السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ചില മഹാന്മാരെ ഉപദേശങ്ങൾ കുൻ ഇൻദന്നാസി കഅഹദിന്നാസ് വഫീ നഫ്സിക ശർറന്നാസ് വഇൻദല്ലാഹി ഖൈറന്നാസ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹിജ്റ 672 വഫാത്തായെങ്കത്തെ മഹാനാണ് ഇബ്നു മാലിക്, മുഹമ്മദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അൽഫിയാൻ ചൊല്ല ലോകപ്രസിദ്ധമായ നഹ്വുടെ ഗ്രാമർ കിതാബ് എഴുതിയെങ്കത്തെ ആളാണ്. ഖാല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലിക്കി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലിക്കിൻ ചൊന്ന് തുടങ്ങടെ 1000 ബൈത്ത് നഹ്വുൽ അറബി ഗ്രാമറിൽ എഴുതിയെങ്കത്തെ അതുല്യരായ മഹാനാണ്. അയാളുടെ ജനനം സ്പെയിനിലാണ്, ഒന്തുലുസിയാണ്. അയാൾ വഫാത്തായി കിടക്കടെ ഷാമിലാണ്, ഡമസ്കസിലാണ്. ആ അൽഫിയത്ത് എത്രയോ ഷർഹ് ഉണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽപ്പെട്ട അൽഫിയത്തെ ചില ബൈത്ത് എടുത്തിട്ട് ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ഷെയ്ഖ് നവറല്ലാഹു മർക്കദ അയാളെ മദ്ഹ് ചൊല്ലെങ്കിൽ ഒരു ചെറിയ ഒരു റിസാല കിട്ടിയത്, കുറേ മുന്നൽ കിട്ടിയത് ഈ കുരിങ്ങനെ തേടുമ്പോൾ കണ്ടെത്ത് എത്രമാ വർഷത്തിന് മുന്നൽ ആരോ എവിടമാ ജെറാക്സ് എടുത്തത്. അന്ന് ഈ അടുത്ത് കുറേ മുത്താലിമീ എന്നാണ് അത് ക്ലാസ് എടുത്തിട്ടിരുന്നത്. അപ്പോൾ അതിൽ കുറേ ആശയങ്ങൾ തസവ്വുഫാണ് വിശദീകരിച്ചുകൊണ്ടുള്ളത്. തസവ്വുഫ് അഥവാ അൽഫിയത്തെ ഒരു കഷ്ണം ബൈത്ത് ചൊല്ലു, എന്നിട്ട് ആ ബൈത്തിനെ തസവ്വുഫായിട്ട് അഖ്ലാഖ് സ്വഭാവങ്ങളായിട്ടാണ് വിശദീകരിച്ചുകൊണ്ടുള്ളത്. ഉദാഹരണത്തിന് വശാവിറം ഫിൽ അംരി അഹ്ലൽ മൈമന, വശാവിറം ഫിൽ അംരി അഹ്ലൽ മൈമന വൽ അസ്ലു ഫിൽ മബ്നി അൻ യുസക്കന വകുല്ലു ഹർഫിൻ മുസ്തഹിഖുൻ ലിൽ ബിനാ വൽ അസ്ലു ഫിൽ മബ്നി അൻ യുസക്കന. അത് അൽഫിയത്തുൽ ബൈത്താണ്. എല്ലാ ഹർഫും മബ്നിയാണ്. മബ്നിയിലുള്ള അസ്ല് അത് സുക്കൂനാക്കണൈക്കും ചൊല്ലെങ്കത്തെ ഒരു ബൈത്ത്. അതിലെടുത്തിട്ട് ഇയാൾ വശാവിറം ഫിൽ അംരി അഹ്ലൽ മൈമന, ഒരു കാര്യത്തിൽ നല്ല ബർക്കത്തുള്ള വലിയ നല്ല ആൾമാരൊട്ടിയെ നീ മുഷാവറാക്കണു, സമാലോചനാക്കണു ഉണ്ടാ ചൊന്നിട്ടുള്ളു. വല്ലാസുൽ ഫിൽ മബ്നി അൻ യുസക്കന, ഇതൊക്കെ അങ്ങനെ ഫിറ്റാക്കട്. അൽഫിയത്ത് അവിടെ അർത്ഥ വേറെയാണ്, ഇവിടെ അർത്ഥ വേറെ കൊടുക്കൂ. വല്ലാസുൽ ഫിൽ മബ്നിയും ചൊന്നെങ്കിൽ ഇങ്ങനെ മുഷാവറയുടെ മേലെടുക്കപ്പെട്ട ഏത് കാര്യത്തെയും അടിസ്ഥാനം അതിന്റെ മെയിൻ കാര്യം എന്തിനെന്ന് ചൊന്നെങ്കിൽ യുസക്കന, അതിലൂടെ സമാധാനം കിട്ടുന്നുണ്ട. അങ്ങനത്തെ കുറേ ഉണ്ട്. ഞാനിപ്പോൾ അത് വിശദീകരിക്കാനല്ല ഉദ്ദേശം. അതിങ്ങനെ അർത്ഥം വെച്ച് ലാസ്റ്റ് എത്തുമ്പോൾ അവിടെ അൽഫിയത്തെ ಬಗ್ಗೆ ആ മഹാൻ ചൊല്ലു. അൽഫിയ എത്ര വലിയ മഹത്വമാണ്, എത്ര ആൾമാരാണ് അത് ഓതിയെ, എത്ര ആൾമാരാണ് അതിൽ ജീവിച്ചുകൊണ്ടുള്ള അഥവാ അത് പഠിച്ചുകൊണ്ടും പഠിപ്പാട്ടിക്കൊണ്ടുള്ളേ. അത് ചെല്ലുമ്പോൾ ചില ആശയങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. അഥവാ ഈ ചൊന്നെങ്കത്തെ മഹാന്മാർ എത്ര വർഷത്തിന് മുന്നിലാണ് അങ്ങ് വഫാത്തായി പോയെ. അൽഫിയ അതിലെ മുസന്നിഫ് മുഹമ്മദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കുറേ ശിഷ്യന്മാരില്ലന്ത്. അയാൾ പിന്നെ ചെമ്മ വിശദീകരിക്കും ഇങ്ങനെ ആവാത്തെങ്കത്തെ ഒരാൾ. അഥവാ ചില ആൾമാർക്ക് അങ്ങനെ ഇക്കലല്ലേ, ആരെങ്കിലും ഇൽമു പഠിക്കുക ഉള്ളാറാ മറച്ചു വെക്കടേന്ന് ചൊല്ലെങ്കത്തെ തപ്പിടത്തൊട്ട് നക്ക് പുറത്തു പറഞ്ഞു വെറും ചൊന്നോണ്ടിരുന്നു. ചെമ്മ ആൾമാർ പോയോണ്ടില്ലന്ത്. പക്ഷേ മുഹമ്മദ് ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹത്വമായി ചൊല്ലെ ആ ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. നവഇമാമുടെ പേര് കേൾക്കാത്തെങ്കത്തെ ആൾമാർ ദുനിയാവുലിക്കാലെ. ഹിജ്റ 676 നവഇമാം വഫാത്തവിടെ. ഇബ്നു മാലിക് റളിയല്ലാഹു ഹിജ്റ 672 ഡമസ്കസ് ലാസ്റ്റ് വന്നിട്ട് ഇന്തിന് ചൊന്തല്ലേ. നവഇമാമിന്റെ റായ ഡമസ്കസ് ആണ്, ശരിയാണ്. അങ്ങനെ നവഇമാം ചൊല്ലുന്ന ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യരെ കൊണ്ട് പവർ ചൊന്നുകൊണ്ടുണ്ട്. വഹൽ ഫതം ഫീകും ഫമാ ഖില്ലുൽ ലനാ വറജുലും മിനൽ കിറാമി ഇൻദനാ. മഹാന്മാരിൽപ്പെട്ട ഒരാൾ മുബത്തദത്തെ ബാബുൽ വിശദീകരിച്ചുകൊണ്ടുള്ളൂ. കിറാമിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ഒരാൾ ഞങ്ങളെ മുട്ടുണ്ട്. അതുമൈ അതാരാണ്? ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇക്രുതും ഇപ്പുറത്ത് വേറെ 10 ലക്ഷം ശിഷ്യന്മാർ ഇക്രുതും നോക്കിയെങ്കിൽ ഇമാം നവവിക്കാണ് വലിയ പവർ. ചെന്നെങ്കിൽ അത്രയും വലിയ ആളാണ്. രണ്ടാം ഷാഫിഈൻ ചൊല്ല പേരിൽ അറിയപ്പെട്ട ആളാണ്. അള്ളാഹുടെ വലിയാണ്. 100 കണക്കിൽ ഗ്രന്ഥങ്ങൾ എഴുതിയെങ്കത്തെ ആളാണ്. ഇൽമു പഠിക്കടെ പഠിപ്പാട്ടതിരെ ഇടയിൽ മങ്ങിലാവുക മറന്നുപോയെങ്കത്തെ ആളാണ്. അൽ ഉലമാ ഉൽ ഉസാബ് അല്ലദീന ആഥറുൽ ഇൽമ അല സവാജ് ചൊല്ല കിതാബുൽ വിശദീകരിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ വല്ലാണ്ട് കറാമത്ത് കിട്ടിയെങ്കത്തെ ആളാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതിയെങ്കത്തെ കിതാബുകൾ ലോകത്തെല്ലോ ദർസിൽ പഠിപ്പാട്ടിക്കൊണ്ടുള്ള റിയാദുസ് സ്വാലിഹീൻ, അത് സ്വാലിഹീങ്ങളെ തോട്ടാണ്. എത്രയാണ് അതിൽ ഹദീസ് വളരെ സ്പഷ്ടമായ ധാരാളം ഖൈറായ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പാട്ടത് ലോകത്ത്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ അച്ചടിക്കപ്പെടുന്ന കിതാബ് എഴുതിയിട്ട് ചില ഉലമാ ചെല്ലും പോലെ അത് റിയാദുസ് സ്വാലിഹീൻ ടാജുള്ള അങ്ങനത്തെ ഒരു ആലിം ഇബ്നു മാലിക്കിലെ ശിഷ്യാവുടൻ ചൊന്നെങ്കിൽ അയാൾ എത്ര വലിയ പോറാണ്. അപ്പോൾ അൽഫിയ അങ്ങനത്തെ കുറേ അൽഫിയകൾ ഉണ്ടാക്കിയെങ്കിൽ ആൾമാരുള്ള ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വേറെ ഒരു അൽഫിയ നഹ്വുൽ ഉണ്ടാക്കിയതുണ്ട്. ഫായിഖത്തൻ അൽഫിയ തബ്നി മാലിക്കിൻ്റെ അവിടെ ചൊല്ലി. ഇബ്നു മാലിക്കിൽ അൽഫിയത്തായിട്ട് വലുതാണെന്നുണ്ടത്. മാലിക്ക് പണ്ഡിതനായ ഇമാം മജ്ഹൂരി അയാൾ ഫായിഖത്തൻ അൽഫിയത്ത സുയൂത്തി, സുയൂത്തി മാമുടെ അൽഫിയത്തായിട്ട് വലിയ എൻ്റെ അൽഫിയാൻ ചൊന്ന് അയാൾ ഒരു അൽഫിയ ഉണ്ടാക്കും. ഇക്കട്ടെ, അതല്ല വിഷയം എൻ്റെത്. ഇവിടെ ഞാൻ ചൊന്നത് ഇതിൽ അവസാനം എത്തുമ്പോൾ അയാൾ ചൊല്ലി എത്ര ആൾമാർ ഓതിയാറ്, എന്തൊരു വലിയ പോറാണ്.
സുബ്ഹാനല്ലാഹ്. അയാൾ കണ്ട് കുറേ ശിഷ്യന്മാർ ഇന്നില്ലെങ്കിലും കോടിക്കണക്കിൽ ആൾമാരാണ് അൽഫിയ ഓതിയെ. ലോകത്തെല്ലോ ദർസിലും അത് പരിപാട്ടത്. ഇന്നും ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ ആൾമാർ ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ അൽഫിയ ഓതിക്കൊണ്ടുള്ളാറ്. അവിടെയാണ് ഞങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ടേ ചില ആൾമാർക്ക് അള്ളാഹു കൊടുക്കുമെങ്കിൽ പവർ എത്രയാണ്. ഇമാം ഇബ്നു മാലിക് റളിയല്ലാഹുവിനെ കൊണ്ട് ലോകത്ത് എത്ര ആൾമാർക്ക് ഉപകാരമാണ്. അന്ത്യനാൾ വരെ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹുവിനെ കൊണ്ട് എത്ര ഉപകാരമാണ്. അതുപോലെ ഷാഫി ഇമാമിനെ കൊണ്ട് എത്ര ഉപകാരമാണ്. അങ്ങ് വഫാത്തായി 1000 വർഷമായില്ലേ. സുയ്ത്തി ഇമാം എത്രയാണ് 900 ചില്ലറ കിതാബുകൾ എഴുതിയില്ലേ. ഇമാം ഷാറാനി റളിയല്ലാഹു, ഇമാം ഷാദുലി റളിയല്ലാഹു, വഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു, അങ്ങനെ ചൊന്നെങ്കിൽ തീരാത്ത ഉലമാവ്. യാ റബ്ബി അങ്ങളെ കൊണ്ട് ലോകത്ത് എത്ര വലിയ ഉപകാരമാണ്. എന്തുകൊണ്ടും ചൊന്നെങ്കിൽ അങ്ങളെ ഇൽമും അങ്ങളെ ഖിദ്മത്തും ഇഖ്ലാസായിട്ടിന്ത് വല്ലാണ്ട് ഇഖ്ലാസ്. അണ്ട് വാട്സപ്പ് ഉണ്ട്, അണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട്, അണ്ട് ഫേസ്ബുക്ക് ഉണ്ട്. ഏതിലെങ്കിലും അങ്ങ് ഇട്ടാറ അങ്ങളെ ദീൻ്റെ ഖിദ്മത്ത് ഒരു റോയൽറ്റിയും അങ്ങ് ഉദ്ദേശിച്ചില്ല. എന്തുമില്ലാത്ത കാലത്ത് വളരെ കഷ്ടപ്പെട്ട് അങ്ങ് എൽഡിയാറ് ലോകത്ത് അന്ത്യനാൾ വരെ അങ്ങളെ സ്മരിക്കപ്പെടുക. എന്തേലും ചൊന്നെങ്കിൽ ഒന്നാണ് ഇഖ്ലാസ്. ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കുകയുള്ളതാണ്. ഒരാൾ അള്ളാഹുവേനായിട്ട് പണിയെടുക്കണുണ്ടായെങ്കിൽ അതിനെ വൈറലാക്കുക. അവനെ ഭർത്താവണോണ്ടില്ല, പഠിച്ചോൻ വൈറലാക്കടാ. ഇവിടെ ഞങ്ങളത് വൈറലാക്കണമെങ്കിൽ എത്ത ഗൗജിലുള്ള സോഷ്യൽ മീഡിയ വന്ന് ഫേസ്ബുക്ക് വന്ന് അവൻ്റെ ഫോട്ടോമേ അവനിട്ടുകൊണ്ടിരിക്കടേ, അവൻ്റെ ഹുദ്ദ എഴുതിയിട്ട് അവനെ എഴുതിക്കൊണ്ടിരിക്കടേ. ഇങ്ങനത്തെ ദുരന്ത ലോകത്താണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളത്. സ്റ്റേജും പേജും കടിപിടി കൂടണമെങ്കിൽ ലോകത്താണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളത്. യാ റബ്ബി ഒരുത്തര പിന്നൊരുത്ത ഏലികാവ് വിടാല. ഇങ്ങനത്തെ എല്ലാ അവസ്ഥയാണ്. അവിടെയാണ് അൽഫിയത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയ ആ ഇമാമിങ്ങൾക്ക് എന്തൊരു പവറാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അൽഫി എഴുതി അവസാനം 399 ബൈത്തിൽ വമാ ബിജംഇഹി ഉനീതു ഖദ് കമൽ നൽമൻ അലാ ജുല്ലിൽ മുഹിമ്മാതി ഇസ്തമൽ അസാ മിനൽ കാഫിയത്തിൽ ഖുലാസ പിന്നെ കമഖത്തലാഗീനം ബിലാ ഖാസ്വാസ്. അങ്ങനെ ചൊന്നിട്ട് ബൈത്ത് പൂർത്തിയാക്കിക്കൊണ്ടുണ്ട് ഇമാം മുഹമ്മദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങ് ഇഖ്ലാസോടെ പണിയെടുത്തപ്പോൾ അങ്ങളത് പടച്ചോൻ വൈറലാക്കിയ ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദൂതന്മാർ അന്താക്കിയവർ റായത്ത് പോയപ്പോൾ അങ്ങ് കളവാക്കിയാറ്. ആ മഹാൻ ഓടി വണ്ട് എന്തി കളവാക്കിടാറുന്ന് ചൊല്ലു. ആ സമയത്ത് അയാളെ കൊന്നാറ്. ഖീല ദുഖുലിൽ ജന്ന, അയാൾ മരിച്ച ഉടനെ നിങ്ങൾ സ്വർഗത്തുക്ക് പോറുണ്ടാണ്. ഇതെവിടെ ഉണ്ട്? അത്രയും വലിയ ഏതോ ഒരു ഹള്ളിൽ എവിടമോ നടന്നെങ്കിലത്തെ ഒരു സംഭവം. ഒരു വാട്സാപ്പും ഒരു ഫേസ്ബുക്കും ഇല്ലാത്തെങ്കിലത്തെ കാലത്ത് നടന്ന സംഭവം. അങ്ങനത്തെ ഒരു ഉദ്ദേശമേ അങ്കിക്കലന്തങ്ങ വെറും അള്ളാഹുവിനായിട്ട് മാത്രം പണിയെടുത്തപ്പോൾ അള്ളാഹു അതര വൈറലാക്കി അന്ത്യനാൾ വരെ ഓതപ്പെടുന്നെങ്കിലത്തെ പരിശുദ്ധ ഖുർആനിൽ ആ മഹാന്റെ സംഭവം കടന്ന സൂറത്ത് യാസീന്റെ 2ാമത്തെ പേജിൽ ഒരു പേജ് മൊത്തം അയാളെ വിഷയമാണ്. തീന്ത അതും ഖുർആനിൽ മാത്രമായിട്ടല്ല, ഖുർആന്റെ ഹാർട്ട് കൽബുൽ ഖുർആൻ യാസീനിൽ കൊമ്പെന്ന് വെച്ചാൽ ഒരു 4 മനുഷ്യന്മാർ ഖുർആൻ ഫുൾ ഓതില്ലെങ്കിലും യാസീൻ എത്ര കോട്ടി ആൾമാർ ഓതുവാർ, എത്ര ഓതുവാർ. ആ യാസീനിൽ ദൈനംദിന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുയുടെ മഹത്വം ചെന്നുകൊണ്ടുണ്ടു. ഇവിടെ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളത്, ഇങ്ങനെ ഇഖ്ലാസോടെ പണിയെടുക്കണമെങ്കിൽ താൽമാർ അള്ളാഹു വലിയ പവർ കൊടുത്താ. അതേ സമയത്ത് സ്റ്റേജും പേജും ദുനിയാവുവേനായിട്ട് എന്തെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള അയക്കുവേനായിട്ട് മാത്രം ഫോട്ടോത്ത് പോസ് കൊടുക്കുവേനായിട്ട് മാത്രം അതിക്കെ എതിർവണ്ടേ ഫോട്ടോ ഏർപ്പാട്ടേ അവനെ ഷെയറാക്കിക്കൊണ്ടിരിക്കട്ടെ. ഇങ്ങനത്തെ നാറിയ ദുനിയാവാണ്. അങ്ങനെ ഉണ്ടായെങ്കിൽ അത് സ്റ്റേജ് പേജ് മാത്രം സീമിത്താവും. മരിച്ചാൽ പിന്നെ അവൻ്റെ ഗുരുത്തമയിക്കാല കബറിൽ വെക്കലോടുകൂടി അതെല്ലാം തീരൂ. ഇവിടെ ഇങ്ങളെ കബറിൽ വെച്ചിട്ട് 1000 വർഷം കഴിഞ്ഞെങ്കും ഞങ്ങൾ നനപ്പാക്കിക്കൊണ്ടുള്ള എന്തേ ഞങ്ങളത് മൻ ലില്ല ഞങ്ങളെ പണി ഇന്ന സ്വലാത്തി വനുസുക്കിയോ മഹ്യ ഇത് നക്കും ഞങ്ങൾ എല്ലാം വലിയ പാടാണിത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് പലപ്പോഴും വിചാരിച്ചു പോയേ നേതാവായെങ്കൈത്ത് അങ്ങനെ ആയെങ്കൈത്ത് എൻ്റെ സ്റ്റേജിൽ വിളിച്ചാറ് ഇനി ഷാലിട്ടില്ലെങ്കിൽ അവർക്ക് ബേജാറുള്ള, മെമൻറ്റോ കൊടുത്തില്ലെങ്കിൽ ബേജാറുള്ള, എന്തെല്ലാം ടൈപ്പ് ആൾമാറുള്ളാറ്. ഈ മെമൻറ്റോ കൊണ്ട് എന്തായിത്തും ഞാൻ ഒരു പക്കം പോയപ്പോൾ മെമൻറ്റോ അങ്ങ് ചെന്നാറ് മെമൻറ്റോ എല്ലാം കത്തുവാട്ടിയാണ്. നിൻ്റെ ഈ മെമൻറ്റോ കൊടുക്കൂടെ കത്തുവാട്ടക്ക് വേനായിട്ടാണ്. അവൻ്റെ വണ്ടിയുടെ തണ്ണി കാഞ്ഞിത്തുള്ള ഈ മെമൻറ്റോക്ക് വേനായിട്ടാണ് ഇവിടെ ഗലാട്ടാക്കിക്കൊണ്ടുള്ളത്. ഷാലുക്ക് വേനായിട്ടാണ് ഗലാട്ടാക്കിക്കൊണ്ടുള്ളത്. ഓ നക്ക് ഷാല് കിട്ട് നക്ക് നൻ്റെ അങ്ങ് ആദരിക്കാറ് അങ്ങ് ഇങ്ങനെ ആക്കിക്കൊണ്ടുള്ളാറ് കൈമുറ്റിക്കൊണ്ടുള്ളാറ് ഞാൻ പറയുമ്പോൾ ദഫുലെ വിളിച്ച വന്നുകൊണ്ടുള്ളാറ് ഓണിങ്ങനെ നെഞ്ഞെതിരാക്കി നടന്നാണ്ടായെങ്കിൽ ഓൻ വിചാരിച്ചത് നാളെ മരിച്ചെങ്കും എൻ്റെ ദഫുൽ വിളിച്ച കൊണ്ടാറുണ്ടായിട്ടിക്കു മലായിക്കത്ത് ഇങ്ങനെ ഭാര്യയുണ്ട് എൻ്റെ സ്വർഗത്തിൽ ഇടാനും വിചാരിച്ചിക്കു. ഇങ്ങനെ ബഗ്ഗിയാണ് വിഡ്ഡിങ് കാണിച്ചുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹുവേനായിട്ട് പണിയെടുത്തെങ്കിൽ താൽമാർക്ക് മാത്രമാണ് ഇത് കിട്ടുകൊണ്ട്. അള്ളാഹുമ്മ ജഅൽനാ മിൻഹും. അതുകൊണ്ട് ആ മഹാന്മാരെ വസിയ്യത്ത് കുൻ ഇൻദന്നാസി കഅഹദിന്നാസ്. ആൽമാരെ മുട്ട ആൾമാരിൽ ഒരാളെ പോലെ നീ ആവണോ, അങ്ങളെ കൂട്ടത്തിൽ അങ്ങളിൽ ഒരാളെ പോലെ നീ വലിയ നേതാവൂ, നാണൊരു പ്രത്യേകമായിട്ട് കാണണോ. ആൾമാരങ്ങനെ കാട്ടട്ടെ, അതല്ലേ ചൊന്നെ. അള്ളാഹു വൈറലാക്കിയ ഞങ്ങൾക്ക് അങ്ങനത്തെ ഉദ്ദേശിക്കൂ തീറ, ആർക്കും ഇക്കൂ തീറ. അത് പണക്കാരനാവട്ടെ പണിക്കാരനാവട്ടെ പണ്ഡിതനാവട്ടെ പാവത്തവനാവട്ടെ ആർക്കും ആൾമാരെ കൂട്ടത്തിൽ ഒരാളായിട്ട് വരയുക സാധ്യമാവണോ. നൻ്റെ അങ്ങ് വിളിച്ചില്ല, നൻ്റെ അവൻ റോഡ് സൈഡിൽ മുണ്ടിയ, നൻ്റെ അങ്ങനെ ആക്കിയ ഇങ്ങനെ ആക്കിയ ബഹുമാനിച്ചില്ല, ഞാൻ പോകുമ്പോൾ എനിക്ക് നിന്നില്ല. ഇത് ചൊന്നു നടക്കുന്ന നാറി എത്ര ആൾമാരുള്ളവർ കൊണ്ടുണ്ട. നഊദുബില്ല, ഇതെന്തൊരു മുസീബത്താണ്. നൻ്റെ കൈ അവൻ മുത്തില്ല ചൊന്ന് അപ്പുറത്ത് പോയി ചൊന്നടക്കണമെങ്കിൽ എത്ത മുസീബത്ത് പിടിച്ച് ആൾമാറുള്ളവർ. ഇങ്ങനെ ഇണ്ടത്തെ നേതാക്കന്മാർ യാ റബ്ബി അങ്ങനെ അല്ല ആൾമാരെ മുട്ടത്തെ അങ്ങളിൽ ഒരാളെ പോലെ നീ ആവണു. അവിടെയാണ് ഇഖ്ലാസ് വേണ്ടേ. സുബ്ഹാനല്ലാഹ്. ഇഖ്ലാസും ചൊന്നെങ്കിൽ എന്തിരെ ഞങ്ങൾക്ക്
ഞങ്ങളെ ഭാഗത്തെ കേരളത്തെ കർണാടകത്തെ രണ്ടാമത്തെ മുജദ്ദിദ് എന്ന് ചൊല്ല ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പിന്നെ ദീനും ഇൽമും ഹയാത്താക്കിയ മഖ്ദൂം തങ്ങൾ അതിക്കത്തിൽ ഞങ്ങൾക്ക് പരിപാടിത്ത് ഈമാൻ ഉമർ ഇൻ ലാ യകൂനു തകാമല ഹത്താ യറാ നാസം ബി ഇബിലിൻ മുസില ഒരാളെ ഈമാൻ പൂർത്തിയാവുന്നുണ്ടെങ്കിൽ ഇഖ്ലാസ് ഹന്ത എന്ದರೆ ಒಂದುಂಡ ಎದುರುള്ള ആൾമാർ അത് ഒൻಟೆ പോലെ കാണുന്നുണ്ട് അതോ ആൾമാർ കാണുകവേനായിട്ട് നീ പണിയെടുക്കണ്ട അങ്കുവേനായിട്ട് പണിയെടുക്കടേ വൈറലാകുവേനായിട്ട് പണിയെടുക്കടേ ഇതേ വിഷയമാണ് യാ റബ്ബി ആയിസ് ഇങ്ങനെ തീന്നു പോയിത്തല്ല അങ്ങനെ ആക്കണ്ട അപ്പോൾ ആൾമാർ എതിരിലുള്ള എനിക്കത്തെ ആൾമാർ ഒരു മൃഗത്തെ പോലെ അങ്ങോട്ട് മൃഗാൻ ചൊല്ലണുണ്ടല്ല അങ്ങനെ ചൊന്ന അടിപൂളു നിങ്ങൾ മൃഗത്തെ പോലെ ഉണ്ടല്ല ഓണ്ട മനസ്സിൽ അതെ നാനാക്കത് അള്ളാഹുവിനായിട്ട് എതിരുള്ള ആൾമാർ ഇക്കട്ട് ഇക്കാണ്ടിക്കട്ട് ഉദ്ദയിക്കട്ട് ഇല്ലാണ്ടിക്കട്ട് നൻ്റെ ഹിദ്മത്തിലില്ല താല്പര്യം ദുനിയാവുടെ ഇതൊക്കെ വേണമായിട്ടല്ല സ്വാർത്ഥத்துக்கு വേണമായിട്ടല്ല കുറേ പൈങ്ങഞ്ഞ റോഡ് സൈഡിൽ ഉണ്ടുകൊണ്ട് വരിക ഏതെങ്കിലും ഒരുത്ത കോട്ടിട്ടുണ്ട് പോവണം അതിലെതിലുള്ള 4 വട്ട പറ നടക്കുവാണ് എന്തേ പൈനാലെ പോയിട്ട് പേപ്പറിലിട്ര വാട്സാപ്പിൽ ചൊല്ലില്ല നോണു ഗൊന്തുണ്ട് പൈടെ മുന്നിൽ ഒരു ഇഖ്ലാസും പറലേ അതേ അഥവാ ಅದಕ್ಕೆ ಬೇನಾയിട്ട് അമലാക്കല്ലേ അതേപോലെ മനുഷ്യന്മാരെ മുന്നിൽ നീ അങ്ങനെ വിചാരിച്ചെങ്കിൽ പോയി കാരണം എനിക്കൊന്നായിട്ട് ഒരു ഗുണമില്ല എനക്ക് നൻ്റെ അമലില്ല ഇഖ്ലാസോടുകൂടെയാണ് ഈ ബോധം വേണുണ്ടാ ചൊന്നുകൊണ്ടുള്ളേ ആൾമാരെ മുട്ട അങ്ങളെ കൂട്ടത്തിൽ ഒരാളെ പോലെ ആവണു വഫി നഫ്സിക ശർറന്നാസ് നിന്റെ നഫ്സുൽ നീ വളരെ മോശപ്പെട്ട ആളാവണു നീ ചിലപ്പോൾ അധ്യക്ഷ ആയിട്ടിക്കോ കാളി ആയിട്ടിക്കോ അല്ലാത്ത ആളായിട്ടിക്കോ പക്ഷെ നാണ് നൻ്റെ ಬಗ್ಗೆ വിചാരിക്കണായത് നാണേ ഒരു കാളി നാണേ ഒരു മുദരിസ് അല്ലെങ്കിൽ നാണേ ഒരു അധ്യക്ഷ യോ റബ്ബി ചെല്ലു ഹുദ്ദ കിട്ടിയെങ്കിൽ അവൻ്റെ നെഞ്ഞെതിരാവുക തുടങ്ങിയിട്ട് അവൻ്റെ പളക്കെല്ലാം ചേഞ്ച് ആവുക തുടങ്ങിയിട്ട് അങ്ങനെ ആവു തീരാണ്ട ചൊല്ലേ ആൾമാർ നിന്റെ വലുതാക്കട്ടത് അള്ളാഹു ആക്കൃതാണ് പക്ഷേ നൻ്റെ ಬಗ್ಗೆ നക്കുള്ള ധാരണ വളരെ മോശപ്പെട്ട ആളാണ് നാൻ നണ്ടാട്ടി നല്ല കാണി എല്ലാവരും ചൊല്ലെ ബോധം വേണു യാ റബ്ബി അങ്ങനെയല്ല അവൻ നൻ്റെ ബഹുമാനിച്ചില്ലാണ്ട് അങ്ങനെ ഇത് യാ റബ്ബി ബഹുമാനിക്കണമെങ്കിൽ ആൾമാരെല്ലാം നരകത്ത് നിന്ന് വരിക്കണം ഓൻ മാത്രം സ്വർഗത്ത് നിന്ന് വരിക്കണം ഇന്നത്തെ ദുരന്താണ് ഇത് ആധുനിക ലോകത്ത് ഞങ്ങൾ കാണണമെങ്കിലത്തെ മുസീബത്തുകളാണ് പലപ്പോഴും പല പക്കം അങ്ങനെ കാണ്ട് അതല്ല നിന്റെ നഫ്സുൽ നിന്റെ ಬಗ್ಗೆ നീ വിചാരിക്കണം എല്ലാരാട്ടി മോശനാണ് അതേ സമയത്ത് വൈൻദല്ലാഹി ഖൈറന്നാസ് അള്ളാഹുടെ മുട്ട ഏറ്റവും നല്ല ആൾ നീ ആവണം ഇത് വല്ലാത്തൊരു 3 മറന്താണ് ആൽമാര മുട്ട അങ്ങളെ കൂട്ടത്തിൽ ഒരാളെ പോലെ ആവണു ആൽമാര മുട്ട അങ്ങളെ കൂട്ടത്തിൽ ഒരാളെ പോലെയാണ് നീ വേർതിരിയൊക്കെ പോകണ്ട നിനക്ക് സ്റ്റേജ് കിട്ടിയില്ലെങ്കിലും ബേജാറാവണ്ട പോയിട്ട് സ്റ്റേജിക്ക് പത്തരക്ക് ഒരാൾ പക്കെല്ലാം അങ്ങനെ നിൽക്കരുത് ഞാൻ ഈ അടുത്തൊരു പക്ക പോയ ഒരു മഹല്ല് അവിടെ നോക്കുമ്പോൾ സ്റ്റേജിൽ ആരും ഇല്ല അഥവാ അധ്യക്ഷ ഉപാധ്യക്ഷ അങ്ങനെ ചൊല്ല ആരും സ്റ്റേജിൽ പറ്റിയിട്ടില്ല സ്റ്റേജിലില്ല ഞാൻ കേട്ടെ എന്തേನು ഇവിടെ അങ്ങനെ ചൊന്നാർ ഞങ്ങൾ അത് നിപ്പാട്ടിരപ്പമ്മ ഭാരി നല്ല വിഷയം ചൊന്ന് അങ്ങനത്തെ ഒരു മോഹം കൽബിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് താന്ന വിഷയമാണ് അത് ഞങ്ങൾക്കിത് ഗൊന്താവുള്ളത് ഞങ്ങളെ അമലല്ല പൊലിയുള്ള വലിയ കാരണമാണത് അങ്ങനെ ആൾവാര മുട്ടത്ത് അങ്ങളെ കൂട്ടത്തിൽ ഒരാളെ പോലെ നാനാവണു അതുപോലെ നിന്റെ നഫ്സുൽ ഞാൻ വളരെ മോശപ്പെട്ട ആളാണ് അള്ളാഹുടെ മുട്ട നാണ് ഖൈറായ ആളാവണു അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട് ഞങ്ങളെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരുമാറാവട്ട് ഇസ്സത്തുള്ള സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഞങ്ങളെ പെടുത്തി തരുമാറാവട്ട് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു